ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ രുചികരമായ വിഷുക്കട്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വിഷുക്കട്ട തയ്യാറാക്കാനായിട്ട് ഞാൻ നല്ല ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നാഴി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പിൽ പറയുകയാണെങ്കിൽ 1.5 കപ്പ് അരിയുണ്ടത്. നല്ല പച്ചരിയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 2 നാളികേരം. 2 നാളികേരത്തിൽ നിന്ന് 4 നാഴി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത 2-ാം പാലും 3-ാം പാലും കൂടിയിട്ടുള്ള പാലാണിത്. ഇത് 4 നാഴി വെള്ളമുണ്ട്. പിന്നെ കുറച്ച് ചുക്കുപൊടി വേണം, പിന്നെ ജീരകം വേണം, പിന്നെ നല്ല 1-ാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് 1-ാം പാലുണ്ട്, അതും വേണം നമുക്ക്. ഇനി നമുക്ക് വിഷുക്കട്ട തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ നല്ലൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യട്ടെ. ഇതിലേക്ക് ഞാൻ ഈ നാളികേരപ്പാൽ 2-ാം പാലും 3-ാം പാലും കൂടിയിട്ടുള്ള പാലാണ്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാളികേരപ്പാൽ തിള വരുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കഴുകി കൊണ്ടുവരാം. നാളികേരപ്പാലിൽ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി തിളച്ച് അധികം വെവാൻ പാടില്ല. ഇതിൻ്റെ അരി ചെറുതായിട്ടൊന്ന് കടിക്കേണ്ട തരത്തിൽ വെന്ത് കിട്ടണം. നമുക്ക് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിൽ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ 1-ാം പാലിൽ 1 സ്പൂൺ ചുക്ക് പൊടിച്ചത് ഇതേപോലെ നൈസായിട്ട് പൊടിച്ച് അരിച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കണം. പിന്നെ 1 സ്പൂൺ ജീരകം, അത് കയ്യിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി അതിൻ്റെ സ്മെല്ല് വരുന്ന തരത്തിൽ തിരുമ്മിയിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ വിഷുവിൻ്റെ സ്പെഷ്യലാണ് വിഷുക്കട്ട. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ വിഷുക്കട്ടയും ഞങ്ങളൊക്കെ കശുവണ്ടി കറിയും കൂടിയാണ് കഴിക്കുന്നത്. അതല്ലെങ്കിൽ ശർക്കരപ്പാനി അതൊഴിച്ചിട്ടും കഴിക്കാറുണ്ട്. പിന്നെ മാങ്ങാക്കറി, ഇതൊക്കെ കൂടി കഴിക്കാൻ വിഷുക്കട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളുടെ അരി ഇതിൽ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അരി വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അരി ഒന്ന് വെന്ത് ആയി വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഉപ്പ്. ഇതേപോലെ വറ്റി വരുമ്പോൾ നമുക്ക് ആദ്യം എടുത്ത് വെച്ചാൽ 1-ാം പാലുണ്ടല്ലോ, ഞങ്ങൾ തെമ്പാലെന്നാണ് പറയുക, അത് ഇടയ്ക്കിടയ്ക്കായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
ഇനി കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം. അവിടെ ലാസ്റ്റ് തെമ്പാലും കൂടിയും ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെമ്പാൽ ഒഴിച്ചിട്ട് ഇളക്കുമ്പോൾ എളുപ്പമാണ് ഇളക്കാനായിട്ട്. നമ്മുടെ വിഷ്കട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വിഷ്കട്ട തയ്യാറാക്കുമ്പോൾ എപ്പോഴും വിറകടുപ്പിലാണ് ചെയ്യാറ്. ഇത് കുറച്ചുള്ള കാരണം കൊണ്ടാണ് ഞാനിതുപോലെ ഗ്യാസുമ്മേൽ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി വയ്ക്കാം. പ്ലേറ്റിൽ ഇതുപോലെ ഇല കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ ഇതിലേക്ക് കോരി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്കട്ടയ്ക്ക് ഇല വാടുമ്പോഴത്തെ സ്മെല്ലും ഗുണവും ഒക്കെ കിട്ടും. ഇങ്ങനെ എല്ലാം ഉണ്ട് ഇതുപോലെ പരത്തി കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരും. ഇത് വെന്ത് നല്ല ഇതായി വരുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും. നമ്മുടെ വിഷുക്കട്ട ഇവിടെ റെഡിയായി. ഇനി ഇത് ചൂടാറുമ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞ അളവിൽ വിഷ്കട്ട തയ്യാറാക്കിയ ഇതേപോലെ ഒരു പ്ലേറ്റ് വിഷ്കട്ട നമുക്ക് തയ്യാറായി കിട്ടും. വിഷുക്കട്ട കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് ശർക്കര നീര് തയ്യാറാക്കാം. അതിനായിട്ട് 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇതൊന്ന് നന്നായി ഉരുകി വരട്ടെ. ഇത് ചീകിയിട്ടുള്ള ശർക്കരയാണെങ്കിൽ പെട്ടെന്ന് ഉരുകി കിട്ടും. ഇതിപ്പോൾ അച്ച് ശർക്കര അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചൂട്ടോടെ ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ശർക്കരപ്പാനി റെഡിയായി. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇത് ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ വിഷുക്കട്ട ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്കിത് ശർക്കര പാനി ഒഴിച്ചിട്ട് കഴിക്കാം.
വിഷുക്കട്ടയുടെ കൂടെ കഴിക്കാൻ ശർക്കരപ്പാനി കൂടാതെ ഞാൻ കശുവണ്ടിക്കറിയും തയ്യാറാക്കാറുണ്ട്. ഈ കശുവണ്ടിക്കറിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം. ഇതേപോലെ എല്ലാവരും ഈ വിഷുവിന് വിഷുക്കട്ട തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.